നബി തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പാടുക, പറയുക. അതേപോലെ തന്നെ പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, ഭക്ഷണം വെച്ച് വിതരണം ചെയ്യുക, അതുപോലെ തന്നെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, അന്നദാനങ്ങൾ നടത്തുക, അതേപോലെ മിഠായികൾ വിതരണം ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്ന ഈ സുന്നികൾ ശരിക്കും യഥാർത്ഥത്തിൽ കണ്ടു പഠിക്കേണ്ടത് ഞങ്ങൾ മുജാഹിദുകളുടെ പ്രധാനപ്പെട്ട ആചാരങ്ങളെയും അവർ കൃത്യമായിട്ട് ഷിർക്കിൽ നിന്നും മറ്റുമൊക്കെ മുക്തമായിട്ട് ചെയ്യുന്ന പരിപാടികൾ അതൊക്കെ പിന്തുടർന്ന് ചെയ്യുകയാണ് നിങ്ങൾ വേണ്ടത്. ശരിയായ പരിപാടി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആ ഒരു സലഫി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുജാഹിദുകൾ ഞങ്ങൾ നടത്തിയൊരു പരിപാടിയുണ്ട്. ആ പരിപാടി നിങ്ങൾ ശരിക്കൊന്ന് കണ്ടു നോക്കി. എന്നിട്ട് അതുപോലെയാണ് പരിപാടി നടത്തേണ്ടത്. അല്ലാതെ നിങ്ങൾ നടത്തുന്നതൊക്കെ ബിദഅത്താണ്, ഒക്കെ ബിദഅത്താണ്. നിങ്ങൾ എന്ത് നടത്തിയാലും ബിദഅത്താണ്, എന്ത് നടത്തിയാലും ബിദഅത്തായി മാറുകയാണ്. പക്ഷെ ഞങ്ങൾ നടത്തുന്നത് നിങ്ങളൊന്ന് കണ്ടോക്കി. ആരത്? ഇതാണ് പരശുരാമൻ എന്ന് പറയുന്ന ആൾ കേട്ടോ. സലഫി ഫെസ്റ്റിൽ ഫസ്റ്റായിട്ട് അവതരിപ്പിച്ച ഒരൈറ്റാണിത്. അതായത് ഈ വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കോടാലി കണ്ടോ? അത് ഈ കോടാലി എറിഞ്ഞിട്ടാണ് നമ്മൾ കേരളം ഉണ്ടായിട്ടുള്ളത്. ആ കോടാലി എറിഞ്ഞ ആ സ്ഥലം മൊത്തം കടൽ മാറി നിൽക്കുകയും അങ്ങനെ കേരളം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പുരാണ കഥ. അപ്പോൾ അതിനെയാണ് ഫസ്റ്റായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ശരിയായ പിന്നെ ഷിർക്കല്ല എന്നുള്ള ഷിർക്കിൻ്റെ ലാബിലൊക്കെ പരിശോധിച്ച് പുറത്തിറക്കിയൊരു സാധനമാണിത്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ നബിദിന റാലിയൊക്കെ നടത്തുകയാണെങ്കിൽ തന്നെ ഇതുപോലെ നടത്തണം. അല്ലാതെ നബി തങ്ങളുടെ മൗലിദും സലാത്തും മദ്ഹൊക്കെ പാടിയിട്ടാണോ റാലി നടത്തേണ്ടത്? അങ്ങനെ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? നടത്തുകയാണെങ്കിൽ ഇതുപോലെ തിരുചര്യയിലുള്ളതുപോലെ നടത്തണ്ടേ? ബാക്കി ആരത്? ഇതാണ് നമ്മളെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക കലാരൂപമാണ്. അതിനൊക്കെ പ്രജന്ന വേഷത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ശരിക്ക് തിരുചര്യയിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല. കാരണം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മുജാഹിദുകൾ ചെയ്യുമ്പോൾ അത് ഒരിക്കലും എന്താവില്ല, ബിദഅത്തിൻ്റെ പരിധിയിലേക്ക് അത് വരൂല. അത് ചോദിക്കേണ്ട ആവശ്യം തന്നെ അല്ല. വഴിയൊന്നും തീരെ ബ്ലോക്ക് ആക്കുന്നില്ല, വണ്ടികളൊക്കെ ശരിക്കും അവിടെ നിൽക്കുന്നുണ്ട്. വണ്ടിയും ആളുകളൊക്കെ ഒരു ഭാഗത്തു കൂടെ പോകുന്നുണ്ട്, പ്രജന വേഷക്കാർ ഒരു ഭാഗത്തുണ്ട്. പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ക്രെഡിറ്റൊക്കെ മുജാഹിദുകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കാരണം ഇങ്ങനൊരു റാലി ഒരു മതസംഘടനയും ഇതുവരെ നടത്തിയിട്ടില്ല. വഴി തടസ്സമുണ്ടോ നിങ്ങൾ നോക്കി, വണ്ടികളും ഇതൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നബിദിനങ്ങൾ നടത്തുകയാണെങ്കിൽ തന്നെ നടത്തേണ്ടത്. മൂസ മൗലവി തിരിതെളിച്ചൊരു പ്രതീപ് കേട്ട് പഠിക്കണം. ഇതുപോലെ പാടണം. അല്ലാതെ നബിതങ്ങളും അത് ഇങ്ങനെ പാടല്ല. നബിതങ്ങളുടെ മത് പാടിയണം, അങ്ങനെ പാടാൻ പഠിപ്പിച്ചണ. മൂസ മൗലവിനെ കുറിച്ച് സഹാബികളൊക്കെ പാടിയിട്ടുണ്ട്. നബിതങ്ങൾ അങ്ങനെ പാടാൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം അത് മുജാഹിദുകൾ സംഘടിപ്പിച്ച പരിപാടി. മുജാഹിദ് നേതാവ് അവിടെ തൗഹീദിൻ്റെ ദീപശിഖക്ക് തീ കൊടുത്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ പാടി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ജനങ്ങളെ ഉത്ബുദ്ധരാക്കുക. അല്ലാതെ ഞങ്ങളുടെ ഈ മുജാഹിദ് പ്രസ്ഥാനവുമായിട്ട് എന്ത് ബന്ധമാണ് നബി തങ്ങൾക്കൊക്കെ ഉള്ളത്? അപ്പോൾ അതുകൊണ്ട് അത്തരം പരിപാടികളല്ല ചെയ്യേണ്ടത്. ഇതുപോലെ മുജാഹിദ് നേതാക്കളുടെ മൗലിദുകൾ, അവരുടെ പ്രകീർത്തനങ്ങൾ പാടുക. അങ്ങനെയാണ് പിന്നെ പരിപാടികൾ നടത്തുക, റാലിയൊക്കെ നടത്തുക. അത്യാവശ്യം മ്യൂസിക്കിൻ്റെ അകമ്പടിയോടെയാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. പ്രത്യേകം ആ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഹറാമല്ലാത്ത തരത്തിലുള്ള മ്യൂസിക്, പ്രത്യേക ലാബിൽ ടെസ്റ്റ് ചെയ്തെടുത്ത സാധനങ്ങളാണ്.
പുലികളി എന്നാണ് ഇതിന് പറയാം. ഇത് സലഫി ഫെസ്റ്റിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ഐറ്റമാണ്. കാരണം പുലി ഹദീസിലൊക്കെ വന്നതാണ്, നിങ്ങൾ പുലിത്തോൽ ഉപയോഗിക്കരുത്, അതിൻ്റെ മേലെ ഇരിക്കരുത് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ബിദഅത്താകാൻ ഒരു വഴിയില്ല. മറിച്ച് പുലികൾ റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ കാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ആ തരത്തിൽ പുലികൾ അതുകൊണ്ട് പുലീൻ്റെ വേഷം കെട്ടി, പ്രത്യേകിച്ച് അതൊരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൈതൃകമാണല്ലോ ഇങ്ങനത്തെ വേഷം കെട്ടിയ ആടലൊക്കെ. അപ്പോൾ അതൊക്കെ അതിനൊക്കെ പുനരവതരിപ്പിക്കുക, പ്രജന വേഷം കെട്ടുക, കുട്ടികൾക്കാണെങ്കിൽ ഒരു ആവശ്യമായിക്കോട്ടെ. ഇതുപോലത്തെ പരിപാടി, അല്ലാതെ നബിദിനത്തിന് കൊടി പിടിച്ച് തൊപ്പി ധരിച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് റോഡിൻ്റെ ഒരു സൈഡിൽ കൂടെ റാലി നടത്തലല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ചെയ്യുമ്പോൾ ഇങ്ങനെ നാലാളറിയണം, ഇതുപോലെ ചെയ്യണം, ആൾക്കാരറിയണം. ആൾക്കാർക്കൊരു ഉന്മേഷം കിട്ടണം, ചാടണം, തുള്ളണം. ഇതുപോലൊക്കെയാണ് ശരിക്ക് ഒരു പൈതൃകം എന്ന് പറയുന്നത്. പ്രത്യേക സ്റ്റേജ് പരിപാടിയുണ്ട്. ഇത് മാത്രമല്ല, റാലി മാത്രമല്ല, നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ സ്റ്റേജിലും പരിപാടി നടത്തുന്നുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെ അത് റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പാടലല്ല. പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുജാഹിദുകൾ ചെയ്യുമ്പോൾ അത് അതിൻ്റെതായൊരു ശരിക്ക് സുന്നത്ത് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതൊക്കെ ശരിക്ക് പെൺകുട്ടികളാണ് അത് അവതരിപ്പിക്കുന്നത്. നിങ്ങളെപ്പോലെ ആൺകുട്ടികൾക്ക് മാത്രം സ്റ്റേജ് കൊടുക്കുക, പെൺകുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഞങ്ങളുടെ പ്രസ്ഥാനത്തിലില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലുള്ള പരിപാടിയൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സലഫി ഫെസ്റ്റുകൾ നടത്തുക. അല്ലാതെ നബിദിനം അത് ബിദ്അത്താണ്, അത് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് അതിൽ സലാത്തുകൾ ധാരാളം ചെല്ലുന്നുണ്ട്, നബിതങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, നബിതങ്ങളെക്കുറിച്ച് മതകൾ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അഥവാ കൂലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ കൂലി കിട്ടിയാൽ പിശാചുക്കളായ മുജാഹിദുകൾക്ക് അതൊരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതിനു വേണ്ടിയിട്ടാണല്ലോ അവനും അവൻ്റെ അനുയായികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വരിക.